ശരീരത്തിന് നല്ല ഭാരം തോന്നിയപ്പോഴാണ് കാന്തി പെട്ടെന്ന് കണ്ണുകൾ തുറന്നത്. ബെഡ്റൂമിലെ അരണ്ട വെളിച്ചത്തിൽ തന്റെ ശരീരത്തിന്റെ മുകളിൽ അമർന്നുകൊണ്ട് തന്റെ കഴുത്തിലെ ഞരമ്പ് നാവുകൊണ്ട് കടിച്ചു വലിക്കുകയാണ് വേണി. അപ്പോൾ വർദ്ധിച്ച ഭയത്തോടെ കാന്തി അവളെ തന്റെ ശരീരത്തിൽ നിന്നും തള്ളി മാറ്റി. കാന്തി ശക്തിയോടെ തള്ളി മാറ്റിയതിനാൽ വേണി കട്ടിലിൽ നിന്നും താഴേക്ക് വീണു. പ്രതീക്ഷിക്കാതെയുള്ള വീഴ്ചയായതിനാൽ അവളുടെ ശരീരം വേദനിച്ചു. അത് വേണിയിൽ വർദ്ധിച്ച ദേഷ്യമുണ്ടാക്കി. ഇന്ന് കിടന്നിടത്ത് നിന്നും അവൾ ദേഷ്യത്തോടെ പിടഞ്ഞെഴുന്നേറ്റു. ദേഷ്യത്തോടെ കാന്തിയെ ബലമായി തന്റെ അടുത്തേക്ക് വലിച്ചു. കാന്തി പിടഞ്ഞെഴുന്നേറ്റ് ലൈറ്റ് ഇട്ടതും വർദ്ധിച്ച ദേഷ്യത്തോടെ അവൾ കാന്തിയുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. ശക്തിയായ അടിയായതിനാൽ കാന്തിയുടെ മുഖം ഒരു വശത്തേക്ക് കോടിപ്പോയി. വേദനയുടെ കാഠിന്യം കൊണ്ട് അപ്പോൾ തന്നെ കാന്തിയുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. അവളുടെ ചുണ്ട് ചെറിയ രീതിയിൽ മുറിഞ്ഞു. അടി കിട്ടിയ കവിൾ അമർത്തിക്കൊണ്ട് അവൾ വേണിയെ ഒന്ന് നോക്കി. വല്ലാത്ത ഒരു മുഖഭാവമായിരുന്നു വേണിക്ക് ആ സമയം. അവൾ കാന്തിയുടെ ശരീരം ചുഴ്ന്നു നോക്കിക്കൊണ്ടിരുന്നു. കാമാക്തിയാൽ അവൾ കാന്തിയുടെ ശരീരം പിന്നെയും കീഴടക്കാൻ ശ്രമിച്ചു. അലറി വിളിച്ച കാന്തി വളരെ പ്രയാസപ്പെട്ട് ഡോറ് തുറന്നു പുറത്തേക്ക് ഓടിയതും അവൾ ഗോപാലകൃഷ്ണന്റെ ശരീരത്തിൽ തട്ടി നിന്നു. പരിഭ്രമിച്ചുകൊണ്ട് ഓടി വന്ന തന്റെ മകളെ കണ്ട് ഗോപാലകൃഷ്ണനും പേടിച്ചു. എന്താ മോളെ? അയാൾ പരിഭ്രമത്തോടെ ചോദിച്ചു. പെട്ടെന്നുള്ള ഗോപാലകൃഷ്ണന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ കാന്തിക്ക് കഴിഞ്ഞില്ല. അവൾ പേടിയോടെ മുറിക്കകത്തേക്ക് വിരൽ ചൂണ്ടിക്കാണിച്ചു. എന്തിനാടാ എന്റെ മോള് പേടിക്കണേ? കൃഷ്ണവേണി എവിടെ? ഒന്നും മനസ്സിലാകാതെ ഗോപാലകൃഷ്ണൻ ചോദിച്ചു. അപ്പോഴാണ് ശരീരം മുഴുവൻ വിയർത്തൊലിച്ച് വർദ്ധിച്ച ദേഷ്യത്തോടെ താങ്കളെ നോക്കി നിൽക്കുന്ന വേണിയെ അയാൾ കണ്ടത്. കൃഷ്ണവേണി? കാര്യം മനസ്സിലാകാതെ കാന്തിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണൻ വിളിച്ചു. എന്താ മോളെ, എന്താ പറ്റിയേ? ഗോപാലകൃഷ്ണന്റെ ചോദ്യങ്ങൾക്കൊന്നും ഒരു മറുപടിയും പറയാതെ കാന്തിയെ തുറിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് വേണി. അപ്പോൾ കുട്ടികൾ തമ്മിലുള്ള ചെറിയ എന്തെങ്കിലും പ്രശ്നമാകുമെന്ന് കരുതി മറ്റാരെയും അറിയിക്കാതെ അയാൾ വേണിയെയും കാന്തിയെയും കൂട്ടി തന്റെ ട്യൂഷൻ ക്ലാസ്സിലേക്ക് കയറി. ശേഷം രണ്ടുപേരെയും അടുത്തിരുത്തി. ഇനി പറ, രണ്ടുപേരും കൂടി വഴക്കിട്ടോ? എന്താണ്? എന്തിനാണ് പാതിരാത്രി എന്റെ മോളെ അലറി വിളിച്ചത്? അയാൾ കാന്തിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്തോ അത്രയും നാൾ വേണിയെ സ്വന്തം പോലെ കരുതിയിട്ട് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് വേണിയെ കുറ്റപ്പെടുത്താൻ കാന്തിക്ക് കഴിഞ്ഞില്ല. അധ്യാപകനായ സ്വന്തം അച്ഛന്റെ മുൻപിൽ വേണിയെ മറ്റൊരു തരത്തിൽ മോശക്കാരിയാക്കണ്ട എന്ന് കരുതി പാവം കാന്തി ഒന്നും പറയാൻ കഴിയാതെ കുഴങ്ങി. എന്താ മോളെ, എന്താ ഒന്നും പറയാത്തേ? എന്താ നിങ്ങളുടെ പ്രശ്നം? അയാൾ ആവർത്തി ചോദിച്ചുകൊണ്ടിരുന്നു. അച്ഛ, അത് പിന്നെ. മറുപടി പറയാൻ കഴിയാതെ കാന്തി ബുദ്ധിമുട്ടി. സാറിന് എന്താ അറിയേണ്ടത്? ഞാൻ പറഞ്ഞു തരാം. വർദ്ധിച്ച ദേഷ്യത്തോടെ വേണി പറഞ്ഞു. എന്നാ ശരി, പറയൂ, എന്താ നിങ്ങളുടെ പ്രശ്നം? ഗോപാലകൃഷ്ണൻ വേണിയോടായി പറഞ്ഞു. വേണി എന്താണ് പറയാൻ പോകുന്നത് എന്നോർത്ത് കാന്തി വേണിയെ തന്നെ നോക്കി നിന്നു. പ്രശ്നമൊക്കെ പറയാം. കാന്തി എന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ഞങ്ങളുടെ പ്രശ്നം പറയാൻ കഴിയില്ല. ഇവൾ ഇപ്പോൾ തന്നെ ഈ മുറിയിൽ നിന്നും പോണം, ആജ്ഞാപിക്കുന്നത് പോലെ വേണി പറഞ്ഞു. സീരിയസ് ആണോ? എന്നാ ശരി കാന്തി മോളെ, മോള് കുറച്ചു നേരത്തേക്ക് പുറത്തിറങ്ങി നിൽക്ക്. എന്താണ് പ്രശ്നമെന്ന് ഞാൻ വേണിയോട് ചോദിക്കട്ടെ? അയാൾ കാന്തിയോടായി പറഞ്ഞു. അത് അച്ഛ ശരിയാകില്ല. ഞാൻ ഇവിടെ തന്നെ. അവൾ എന്തൊക്കെയോ പറഞ്ഞു വിൽക്കാൻ തുടങ്ങി. കാന്തി, പ്ലീസ് ഡു വാട്ട് ഐ സേ. വേണിയുടെ ഭാഗം ഞാൻ ഒന്ന് കേൾക്കട്ടെ, ഉറച്ച സ്വരത്തോടെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഗോപാലകൃഷ്ണന്റെ വാക്കുകൾ കേട്ട് മനസ്സില്ലാ മനസ്സോടെ കാന്തി ആ ട്യൂഷൻ ക്ലാസ് വിട്ട് പുറത്തിറങ്ങി. അവൾ പുറത്തിറങ്ങിയതും അവിടുത്തെ മെയിൻ ഡോറ് ശക്തമായി വന്നടഞ്ഞു. പിന്നീട് അവിടെ നിന്നും ചെവി പൊട്ടുന്ന പോലെയുള്ള അലർച്ചയാണ് കേട്ടത്. വേണിയുടെ അലർച്ച കേട്ട് ആ വീട്ടിലുള്ളവർ മാത്രമല്ല അയൽവക്കത്തുള്ളവർ വരെ ഉണർന്നു. പെട്ടെന്ന് തന്നെ ആ പരിസരത്തെല്ലാം പ്രകാശം പരന്നു. മുറിയിൽ നിന്നും അലർച്ച കേട്ടതും കാന്തി ജനൽ പാളിയിലൂടെ അകത്തെ കാഴ്ച കണ്ടതും അവൾ ഞെട്ടിപ്പോയി. ഗോപാലകൃഷ്ണനെ പിടിച്ചു തള്ളി താഴെ ഇട്ടിരിക്കുന്നു. ശേഷം വേണി അവളുടെ തന്നെ വസ്ത്രങ്ങൾ വലിച്ചു കീറുന്നു, സ്വയം ശരീരത്തിൽ പരിക്കേൽപ്പിക്കുന്നു. താഴെ വീണ് കിടക്കുന്ന ഗോപാലകൃഷ്ണൻ പതിയെ എഴുന്നേറ്റ് വരുമ്പോഴേക്കും അവിടെ കിടന്നിരുന്ന ഡെസ്ക് തട്ടി അയാളുടെ ശരീരത്തിലേക്ക് വീഴ്ത്തിയിട്ടു അവൾ. അതിനുശേഷം വേണി അലറി വിളിച്ചു കരഞ്ഞു. അവളുടെ ചുണ്ടുകളെ അവൾ തന്നെ കടിച്ചു പൊട്ടിക്കുന്നുണ്ടായിരുന്നു. വേണിയുടെ അലർച്ച കേട്ട് അവളുടെ വീട്ടിലുള്ളവരും പരിസരവാസികളും ഉണർന്ന് ലൈറ്റുകൾ തെളിയിച്ചു. ശോഭയും ആകാശും ട്യൂഷൻ ക്ലാസ്സിലേക്ക് ഓടി വന്നു. അപ്പോഴേക്കും കാന്തി ഡോറിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിസരവാസികളും ഡോറിന്റെ അടുത്ത് തടിച്ചുകൂടി. പുറത്ത് ജനം ഒത്തുകൂടിയെന്ന് മനസ്സിലാക്കിയ വേണി ഗോപാലകൃഷ്ണന്റെ ശരീരത്തിലെ വസ്ത്രങ്ങൾ വലിച്ചു കീറി.
ആദ്യമേ തന്നെ തലയിടിച്ച് തറയിൽ വീണതിന്റെ വേദനയിൽ ഗോപാലകൃഷ്ണനെ അവളെ അധികമൊന്നും എതിർക്കാൻ കഴിഞ്ഞില്ല. വസ്ത്രങ്ങൾ വലിച്ചു കീറിയ അവൾ അടുത്തു കിടന്നിരുന്ന ഒരു കസേരയെടുത്ത് അയാളുടെ തലയ്ക്ക് ആഞ്ഞു വീശിയടിച്ചു. ശേഷം അവളുടെ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളെല്ലാം എടുത്തുകൊണ്ട് പേടിച്ച് കരഞ്ഞുകൊണ്ട് വാതിൽ തുറന്നു. കീറിയ അടിവസ്ത്രങ്ങൾ മാത്രം ധരിച്ചു നിൽക്കുന്ന വേണിയെ കണ്ട് ചുറ്റുകൂടി നിന്നവർ കണ്ണുകൾ അടച്ചു. ചുണ്ടുകൾ പൊട്ടി ചോരയൊലിച്ച് മുഖത്തും ശരീരത്തുമെല്ലാം മുറിവുകളോടെ നിൽക്കുന്ന കാണിയെ കൂടി നിന്നവരിൽ നിന്നും 2 സ്ത്രീകൾ മുന്നോട്ട് വന്ന് അവളെ ചേർത്ത് പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. ഒരു സ്ത്രീ ഒരു മുണ്ട് കൊണ്ടുവന്ന് അവളെ പുതപ്പിച്ചു. അപ്പോഴേക്കും ശോഭയും ആകാശും കാന്തിയും എല്ലാം ട്യൂഷൻ ക്ലാസിന്റെ അകത്തേക്ക് കയറിയിരുന്നു. അഭിരാമി തീരെ ചെറിയ കുട്ടിയായതിനാൽ ഒന്നും മനസ്സിലാകാതെ കരയുന്നുമുണ്ട്. മുത്തശ്ശിയാണെങ്കിൽ അവളെ ചേർത്ത് പിടിച്ചിട്ടുമുണ്ട്. തലയ്ക്ക് അടിയേറ്റ് ഓർമ്മയില്ലാതെ നഗ്നനായി കിടക്കുന്ന സ്വന്തം അച്ഛനെ കണ്ടതും കാന്തിയും ആകാശുമെല്ലാം ദുഃഖത്തോടെ മുഖം തിരിച്ചു. ശേഷം ആകാശ് പുറത്തേക്ക് ഓടി അകത്തുപോയി കയ്യിൽ കിട്ടിയ മുണ്ട് കൊണ്ടുവന്ന് തളർന്നു കിടക്കുന്ന ഗോപാലകൃഷ്ണന്റെ ശരീരത്തിൽ പുതപ്പിച്ചു. എന്താ മോളെ, എന്താ സംഭവിച്ചേ? വേണിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തുകൊണ്ട് പരിസരവാസിയായ സ്ത്രീ ചോദിച്ചു. സാറിന് എന്തോ പറയാനുണ്ട് എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് ട്യൂഷൻ ക്ലാസ്സിലേക്ക് പാതിരാത്രി കൊണ്ടുവന്നു. എന്നിട്ട് അയാൾ എന്നെ പറഞ്ഞു മുഴുവിപ്പിക്കും മുമ്പ് വേണി ഉറക്കെ കരഞ്ഞു. വേണിയുടെ വാക്കുകൾ സത്യമാണെന്ന് കരുതി നാട്ടുകാരും പരിസരവാസികളും പീഡന വീര എന്ന് വിളിച്ച് ട്യൂഷൻ ക്ലാസ്സിലേക്ക് ഇടിച്ചു കയറി വന്നു. തളർന്നു കിടക്കുന്ന ഗോപാലകൃഷ്ണനെ ദേഹോപദ്രവം ചെയ്യാൻ അവർ ശ്രമിച്ചു. അയ്യോ, ഒന്നും ചെയ്യല്ലേ, അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ബോധവുമില്ല. എന്തിനും നമുക്ക് പരിഹാരമുണ്ടാക്കാം. ഗോപാലകൃഷ്ണനെ തല്ലാനായി കയറി വന്നവരുടെ മുമ്പിൽ കൈകൾ കൂപ്പി കരഞ്ഞുകൊണ്ട് ശോഭ പറഞ്ഞു. മാറി നിക്ക് പെങ്ങളെ, ഇപ്പോൾ മനസ്സിലായില്ലേ കെട്ടിയോന്റെ സ്വഭാവം? അവന്റെ ഒരു ട്യൂഷൻ ക്ലാസ്. സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു കുട്ടിയെ ഈ പാതിരാത്രി ഇവിടെ കൊണ്ടുവന്ന് പീഡിപ്പിച്ചില്ലേ? അതിന്റെ ക്ഷീണത്തിൽ ഉറങ്ങുകയായിരിക്കും ആ പന്നി. അവനെ ഇങ്ങോട്ട് വിട്ടതാ. അവന്റെ ക്ഷീണമൊക്കെ ഞങ്ങൾ മാറ്റിത്തരാം, പരിസരവാസിയായ ഒരാൾ പറഞ്ഞു. അയ്യോ, ഒന്നും ചെയ്യല്ലേ, അദ്ദേഹത്തിന് തീരെ വയ്യ. തലയിൽ വലിയ മുറിവ് പറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ ചോരയൊലിച്ചു വരുന്നത്? എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. താണു കേണു കരഞ്ഞുകൊണ്ട് ശോഭ പറഞ്ഞു. ആ പാവം പെൺകുട്ടിയെ ഉപദ്രവിച്ചപ്പോൾ അവൾ ഇയാളെ തല്ലി താഴെയിട്ടതാവും. ഇവനെയൊന്നും ജീവിച്ചിരിക്കാൻ പാടില്ല, കൊന്നുകളയണം ഈ പേ പിടിച്ച നായയെ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ പാതി മയക്കത്തിലായിരുന്ന ഗോപാലകൃഷ്ണനെ ഉപദ്രവിക്കാൻ തുടങ്ങി. എന്റെ അച്ഛൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. പക്ഷേ ഇപ്പോൾ അദ്ദേഹം അബോധാവസ്ഥയിലാണ്. ഒരു മനുഷ്യനോടുള്ള പരിഗണനെങ്കിലും എന്റെ അച്ഛനോട് നിങ്ങൾ കാണിക്കേ. ഇപ്പോൾ തന്നെ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞുകൊണ്ട് ആകാശ് അലറി കരഞ്ഞു. പാതി ബോധത്തിൽ മയങ്ങിക്കിടന്നിരുന്ന ഗോപാലകൃഷ്ണനെ അടിക്കാൻ വന്നവരെല്ലാം ആകാശിന്റെ അലർച്ച കേട്ട് അവിടെ നിന്നു. ആരൊക്കെയോ ആ സമയം കൊണ്ട് തന്നെ പോലീസിനെ വിവരം അറിയിച്ചിരുന്നു. പോലീസിന്റെ അകമ്പടിയോടെ 2 ആംബുലൻസുകൾ അക്ഷരം എന്ന ആ വീട്ടുമുറ്റത്ത് വന്നിറങ്ങി. അപ്പോഴേക്കും ആകാശ് ഗോപാലകൃഷ്ണനെ വസ്ത്രം ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവശത അഭിനയിച്ച് ആംബുലൻസിൽ കയറുന്നതിന് മുമ്പ് വേണി കാന്തിയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി. ഒരു വിജയീ ഭാവത്തിൽ അവൾ കാന്തിയെ നോക്കി പുച്ഛിച്ചു ചിരിച്ച ശേഷം ആംബുലൻസിലേക്ക് കയറിയിരുന്നു. 2 പേരെയും 2 ആംബുലൻസിലാക്കി പുറകെ പോലീസുകാരുമായി പോയി. ആംബുലൻസും പോലീസും എല്ലാം വീട്ടിൽ നിന്നും പോയിട്ടും പരിസരവാസികൾ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയില്ല. എന്നാലും എന്ത് വിശ്വസിച്ച് ഈ പെണ്ണുപിടിയന്റെ അടുത്തേക്ക് ഇനി നമ്മളുടെ മക്കളെ ട്യൂഷൻ അയക്കും? അലർച്ച കേട്ട് ഞങ്ങൾ ഓടിയെത്തുമ്പോൾ ആ പെങ്കൊച്ചില്ലേ കാന്തി, അവൾ പുറത്ത് കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാലും സ്വന്തം മകളുടെ പ്രായമുള്ള ആ കുട്ടിയെ ആ മൃഗം ഇങ്ങനെ പിച്ചു ചീന്തിയല്ലോ. കുടുംബത്തോടെ തന്നെ പിഴച്ചവരാണ്. എന്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങൾ നിരപരാധികളാണ്. വെറുതെ ഞങ്ങളുടെ കുടുംബത്തെ ദ്രോഹിക്കരുത് പ്ലീസ്. കൂടി നിന്നവരുടെ സംസാരം കേട്ട് ഭ്രാന്ത് പിടിച്ചപ്പോൾ കാന്തി അവളുടെ ചെവി പൊത്തിപ്പിടിച്ച് അലറിക്കൊണ്ട് പറഞ്ഞു. സ്വന്തം അച്ഛന് കൂട്ടുകാരിയെ കൂട്ടിക്കൊടുക്കുന്ന നീയാണോടി പരിശുദ്ധ? നാണം കെട്ടവളെ, ഞങ്ങൾ വരുമ്പോൾ കണ്ടു നീ ഈ ട്യൂഷൻ ക്ലാസ്സിന് മുന്നിൽ കാവൽ നിൽക്കുന്നത്. നാണം കെട്ടവൾ, നാണം കെട്ട കുടുംബം എന്ന് പറഞ്ഞുകൊണ്ട് പരിസരവാസികളെല്ലാം അവിടെ നിന്നും പിരിഞ്ഞുപോയി. പിറ്റേ ദിവസം കോളേജ് അധ്യാപകൻ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചു എന്ന വാർത്ത കേട്ടാണ് ആ നാട് ഉണർന്നത്.